بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المخلوقين وآل كل وصحابة أجمعين. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യരായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളവറുകൾ, മറ്റ് പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ പേരിൽ അവിടുത്തേടുള്ള ഹുബ്ബ് തക്രീമിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങൾ, ഇതിന്റെ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞിട്ടും അവിടുത്തെ മദ്ഹുകൾ പാടിയിട്ടും ആ ഹബീബിനെ കൂടുതൽ ചർച്ച ചെയ്തിട്ടും ആശിഖീങ്ങൾക്ക് റാഹത്തായി തീർന്നിട്ടില്ല, മതിയായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ വർഷവും റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴേക്കും ഹബീബിനെ കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ, ആ ഹബീബിനെ കൂടുതൽ സ്നേഹിക്കാനും ആ ഹബീബിന്റെ സുന്നത്തുകളിലേക്ക് അടുക്കാനുമുള്ള വിപുലമായ സാഹചര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഉപകാരപ്പെടുന്നത്, ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ ബുദ്ധിയുള്ള ആളുകൾ ഉപകാരപ്പെടുത്തി ഓരോ റബീഉൽ അവ്വലിനെയും യാത്രയാക്കും. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്കും ആ ഹബീബിന്റെ തിരുസുന്നത്തുകളിൽ നിന്നെങ്കിലും മരണം വരെയും കൊണ്ടുപോകാൻ നമ്പറുകൾ റെഡിയാക്കി വെക്കുക. അഥവാ കുറഞ്ഞതെങ്കിലും ഒരു 3 സുന്നത്തെങ്കിലും ആ ഹബീബ് പഠിപ്പിച്ച സുന്നത്തുകൾ മരണം വരെയും ഞാൻ കൊണ്ടുപോകും എന്ന ഒരു പ്രതിജ്ഞ
ചേർത്ത് വെക്കുക. ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ നാടിൽ വന്ന് നമ്മുടെ ഈ സദസ്സിലിരുന്ന് അവിടുത്തെ സാന്നിധ്യം സാധാരണ സയ്യിദുമാരെ പോലെയല്ല. ആദ്യം മുതലേ അവിടുന്ന് ഈ സദസ്സിനോടുള്ള മജ്ലിസിനോടുള്ള ആ ഹുബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടുമുള്ള ഹുബ്ബ് അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കണം. അവിടുത്തെയുടെ ചരിത്രങ്ങൾ ധാരാളം നമ്മൾ പഠിക്കണം. നമ്മൾ മദ്ഹ് പറയുന്നതും അവിടുത്തെയുടെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്നതും അതുപോലെ ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നതും എല്ലാം ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും ആണ്. സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പേരിലാണ് ഇതെല്ലാം നാം ചെയ്യുന്നത്. നമ്മുടെ മുന്നോറുകളായിട്ടുള്ള ആളുകൾ നമ്മെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. പരിശുദ്ധമായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത് നിഷ്പക്ഷമായി വായിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയതാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ എടുക്കുന്ന ആയത്തുകളെല്ലാം ആ ഹബീബിനെ മദ്ഹ് ചെയ്യാൻ വേണ്ടി അള്ളാഹു ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ കാണാം. ഖലം സൂറത്തിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു പറയുകയാണ്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയേ, താങ്കൾ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെയും മേലെയാണ് നബിയേ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഈ ആയത്തിലൂടെ മദ്ഹ് ചെയ്യുകയാണ്. അവിടുത്തെ മദ്ഹ് പറയുകയാണ്. അവിടുത്തെയുടെ ബഹുമാനം ഉയർത്തിക്കാട്ടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ജല്ല ജലാലുഹു ഈ ആയത്തിലൂടെ മദ്ഹ് പറയുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ലോകത്ത് ആർക്കെങ്കിലും സ്വഭാവം ഏറ്റവും മുന്തിയ സ്വഭാവമുണ്ടെങ്കിൽ എല്ലാ സ്വഭാവങ്ങളെക്കാളും മേലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈർഷ്യ സ്വഭാവക്കാരനായിട്ടോ ദേഷ്യ സ്വഭാവക്കാരനായിട്ടോ പരുക്കൻ സ്വഭാവക്കാരനായിട്ടോ ഉള്ള ആളല്ല. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. നബിയേ, തങ്ങൾ ഹൃദയം പരുക്ക സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ദേഷ്യവും പരിഗണനയും ഇല്ലാത്ത പ്രത്യേക പെരുമാറ്റക്കാരനായിരുന്നെങ്കിൽ
ലം ഫല്ലൂ മിൻ ഹൗലിക. നബിയേ, തങ്ങളടുക്കൽ നിന്ന് എല്ലാവരും പിന്തിരിഞ്ഞു പോവുമായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരോടും മമതയോടെ പെരുമാറുന്ന, വിശ്വാസികളോട് സ്നേഹമുള്ള, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് പ്രത്യേക കരുണയും കൃപയുമുള്ള ആളായിരുന്നു എന്ന് തൗബ സൂറത്തിലെ 128-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ജല്ല ജലാലുഹു അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുകയാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു മദ്ഹ് ചെയ്യുന്നത് കണ്ടോ? നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ ആ പ്രവാചകന് വിഷമമാണ്, പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് നിങ്ങളുടെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് പ്രത്യേകം കരുണയുള്ളവരാണ്, കൃപയുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു മദ്ഹ് ചെയ്യുന്നത് കണ്ടോ? സുബ്ഹാനല്ലാഹ്, മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. തഫ്സീറുൽ ഖുർത്തുബി നോക്കിയാൽ കാണാം ഇതിന്റെ വിശദീകരണം. മിൻ അൻഫുസിക്കും എന്ന് പറയലോടുകൂടെ യഖ്തലി മദ്ഹൻ ലിനസബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരമ്പര, അല്ലാഹുവിന്റെ തറവാട്, റസൂലുള്ളാഹിന്റെ തറവാടിനെ പ്രശംസിക്കുകയാണ് അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ സാഹചര്യം, അവിടുത്തെ കുടുംബത്തിന്റെ മഹത്വം എടുത്തു പറയുകയാണ്. ആ കുടുംബത്തെ പരിശുദ്ധമാക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു നേതാവ് എന്ന് പറയുമ്പോ ഒരു സാധാരണ നിസ്സാരക്കാരൻ ഒരു നേതാവല്ല, പെട്ടെന്ന് വന്നൊരു നേതാവല്ല, എവിടുന്നോ വന്നൊരു നേതാവല്ല, അല്ലെങ്കിൽ പരസ്യം വഴി വന്നൊരു നേതാവല്ല, അല്ലെങ്കിൽ യൂട്യൂബിലും മറ്റുമൊക്കെ അറിയപ്പെട്ട നിലക്ക് വൈറലായി വന്നൊരു നേതാവുമല്ല. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ പരമ്പര, അല്ലെങ്കിൽ അവിടുത്തെ തറവാട്, ഏറ്റവും ഉന്നത പരിശുദ്ധമായ തറവാടാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു മദ്ഹ് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാർ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാസിലത്ത് ഇബ്നു അസ്ഖർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ വസ്തഫാ ഖുറൈശൻ മിൻ കിനാന വസ്തഫാ ഖുറൈശൻ മിൻ ബനി ഹാശിം വസ്തഫാനി മിൻ ബനി ഹാശിം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ തറവാടിന്റെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹു ജല്ല ജലാലുഹു കിനാനയെ ഇസ്മായിൽ സന്തതികളിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ
ഖുറൈശികളെ കിനാനയിൽ നിന്നും, ഖുറൈശി അതുപോലെ കിനാനയിൽ, അതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ തെരഞ്ഞെടുത്തത് ഹാസിം പരമ്പരയിൽ നിന്നുമാണ്. അങ്ങനെ തുടങ്ങി അവിടുത്തെ പരിശുദ്ധത. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുകയാണ്, അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നി മിൻ നികാഹിൻ വലസ്തു ബിസ്സിഫാഹ്, ഞാൻ ഹലാലായ ബന്ധപ്പെടലുകളിലൂടെയാണ് വന്നിട്ടുള്ളത്, വ്യഭിചാരത്തിലൂടെ കടന്നു വന്നതല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പരമ്പരകൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെയെല്ലാം ഹലാലായ മുഅ്മിനീങ്ങളായ ആദാദ് ശരീഅത്തുകളിൽ വിശ്വസിച്ചവരായ ആ വിശ്വാസികൾ, അതും ഹലാലായ ഭാര്യഭർതൃ ബന്ധത്തിലൂടെ കടന്നു വന്ന സന്താനമാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അവിടുത്തെ പരിശുദ്ധി അതിങ്ങനെ തുടർന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ അവിടുന്ന് വിശദീകരിക്കുന്നു. അസീസുൻ അലൈഹി, വിശ്വാസികൾക്ക് പ്രയാസകരമായ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രയാസമാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളോട് സ്നേഹമുള്ളവരാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം ആയത്തുകൾ കാണാം. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ഈ ആയത്തിലൂടെ പുകഴ്ത്തുകയാണ്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى. എന്തൊരു മദ്ഹാണ്, എന്തൊരു മൗലിദാണ് പരിശുദ്ധ ഖുർആനിൽ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു മദ്ഹ് ചെയ്യുകയാണ്. മൗലിദാണ് എൻ്റെ പ്രിയമുള്ളവരെ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഈ ആയത്തിലൂടെ മഹാന്മാർ വിശദീകരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബിനെ, അവിടുത്തെ ബുദ്ധിയെ, അവിടുത്തെ ബുദ്ധി പരിശുദ്ധമാണെന്ന്. മാദല്ല സ്വാഹിബുക്കും വമാ ഗവാ, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ സാഹിബ് വഴിപിഴച്ചിട്ടില്ല. ബുദ്ധിപരമായി അവിടുന്ന് ബുദ്ധിക്ക് യാതൊരു ഭംഗവും വന്നിട്ടില്ല എന്ന് പരിശുദ്ധമാക്കുകയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു ജല്ല ജലാലുഹു. മാത്രമല്ല വസക്കല്ലാഹു ലിസാനഹു ഫീമാ വമാ യന്തിഖു അനിൽ ഹവാ വമാ യന്തിഖു അനിൽ ഹവാ. അവിടുന്ന് സ്വന്തം എന്ന നിലക്ക് ഒന്നും ഈ ദീനിൽ പറഞ്ഞിട്ടില്ല. അതെല്ലാം അള്ളാഹുവിന്റെ വഹി മുഖേനയാണ്. അപ്പോൾ അവിടുത്തെ നാവ് എത്ര പരിശുദ്ധമാണെന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ വിശദീകരിക്കുകയാണ്. മാത്രമല്ല വസക്കല്ലാഹു ശറഅഹു ഫീ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ, അവിടുത്തെ ഈ ശരീഅത്തിനെ, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അല്ലാഹു അവിടെ വിശദീകരിക്കുന്നത് പരിശുദ്ധി കൽപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് എങ്ങനെ പറയുന്നു? ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ, വഹിയാണ്, അല്ലാഹുവിന്റെ ദിവ്യബോധനമാണ്. അതാണ് ഈ പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമിന് എന്ന് ആ ശറഇനെ വിശദീകരിച്ച് പരിശുദ്ധമാക്കുകയാണ്. ഒരു മനുഷ്യന്റെ കൈകടത്തൽ അതിൽ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും അതിൽ കടത്തിക്കൂട്ടിയിട്ടില്ല എന്ന് അവിടുത്തെ സത്യസന്ധതയെ വിളിച്ചോതുകയാണ്. വസക്കല്ലാഹു ജലീസഹു ഫീ അല്ലമഹു ശദീദുൽ ഖുവാ. നജ്മ് സൂറത്തിലെ സുബ്ഹാനല്ലാഹ് ഈ ആയത്തുകളിൽ അല്ലാഹു മദ്ഹ് പറയുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ട് പോകരുത്. അല്ലാഹു അവന്റെ ഹബീബിനെ മദ്ഹ് പറയുകയാണ് നജ്മ് സൂറത്തിലൂടെ. എന്റെ പ്രിയമുള്ളവരെ,
അവിടുത്തെ കൂട്ടുകാരൻ, അവിടുത്തെ സഹവർത്തി, അവിടുത്തെ സഹകാരി ആരാണ്? അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അവരാണ് അവിടത്തേക്ക് വഹ്യ് എത്തിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിനെ പ്രശംസിക്കുന്നു. വസക്കല്ലാഹു ഫുആദഹു ഫീമാ കദബൽ ഫുആദു വമാ റആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം അത് പരിശുദ്ധമാണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു വിശദീകരിക്കുകയാണ്, മദ്ഹ് ചെയ്യുകയാണ്. ഇങ്ങനെ തുടങ്ങി അവിടുത്തെ കണ്ണിനെ, ആ കണ്ണിന്റെ മദ്ഹ് അല്ലാഹു പറയുന്നത് കണ്ടോ എങ്ങനെ? മാസാഗൽ ബസറു വമാ തഗാ എന്ന ആയത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിന്റെ മദ്ഹ് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ, തങ്ങളെ അല്ലാഹു ഉപേക്ഷിക്കുകയില്ല, അതുപോലെ അല്ലാഹു തങ്ങളോട് ദേഷ്യപ്പെടുകയുമില്ല. വഹി നിലച്ച സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് വിഷമിച്ചപ്പോ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഇറക്കുകയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു തആല നബിയെ തങ്ങളെ ഉപേക്ഷിക്കുകയില്ല. നബിയെ, തങ്ങൾക്ക് ദുനിയാവിനേക്കാളും ആഖിറമാണ് ഉന്നതം എന്ന് വിളിച്ചു. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, എന്റെ ഉമ്മമാരെ, നമ്മൾ മൗലിദ്, മങ്കൂസ് മൗലിദ് മാത്രമല്ല, അതുപോലെ ശറഫൽ അനാം മൗലിദ് നമ്മൾ സ്ഥിരമായി എടുത്തു വെച്ച് ഒളു ഇല്ലെങ്കിൽ പോലും, അശുദ്ധിയാണെങ്കിൽ പോലും മൗലിദ് ഓതാറില്ല. ആ മൗലിദാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു ഹബീബിനെ ഓതിയ മൗലിദാണ്. ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? ആരാണ് ഇതിനെ എതിർക്കുക? ഇത് അല്ല എന്ന് അർത്ഥം പറയാൻ ആരാണ് മുന്നോട്ട് വരിക? നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ടാണ്, അതുപോലെ സ്വഹീഹായ ഹദീസുകൾ നോക്കിയിട്ടാണ്. അവരൊക്കെ കണ്ടത് ഈ പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് എഴുതി വെച്ചത്. വെറുതെ അല്ല, നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ തുടങ്ങിയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റൊരായത്തിലൂടെ അള്ളാഹു പറയുകയാണ്, വറഫഅനാ ലക ദിക്റക. നബിയേ, തങ്ങളുടെ ദിക്ർ, തങ്ങളുടെ സ്മരണ നമ്മളിതാ ഉയർത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ? അവിടുത്തെ സ്മരണ ഞാൻ വിശദീകരിക്കുന്നില്ല. ഓരോ മുഅദ്ദിനും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാത്തൊരു മുഅദ്ദിനുണ്ടോ? ലോകത്ത് ബാങ്ക് കൊടുക്കുന്നവൻ അല്ലാഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ചേർത്ത് പറയുകയാണ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മദ്ഹ്, അവിടുത്തെ പേര് അതിങ്ങനെ അല്ലാഹു ഉയർത്തിയിരിക്കുകയാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. മുതഅല്ലിമീങ്ങൾ അത് ശ്രദ്ധിക്കുക. ഉസ്താദുമാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മഹത്തായ ആശയമാണ് എന്റെ പ്രിയമുള്ളവരെ. ഇത് മൗലിദാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല മദ്ഹ് പറയുകയാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. സുബ്ഹാനല്ലാഹ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വെച്ച് ശബ്ദമുയർത്താൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അത് നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് ചെയ്തുകൊണ്ട് അല്ലാഹു വിരട്ടുകയാണ്. ചില സഹാബികൾ, അതാ ഒരു സഹാബി ഈ ആയത്തിറങ്ങിയപ്പോൾ പള്ളിയിൽ കാണുന്നില്ല. അന്വേഷിക്കുമ്പോ ആ സ്വഹാബി ശബ്ദം കൂടുതലുള്ള ആളാണ്. അതിന്റെ പേരിൽ മാറി നിൽക്കുകയാണ്, പള്ളിയിലേക്ക് വരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അടുത്ത് വെച്ച് ശബ്ദമെങ്ങാനും ഉയർന്നത് അല്ലാഹുവിന്റെ ഹബീബിന് പ്രയാസമാകുമോ? പരിശുദ്ധ ഖുർആൻ വിലക്കിയതാണ്. അതുകൊണ്ട് തന്നെ
ആ നിലക്ക് ബഹുമാനം മഹാന്മാരായ സ്വഹാബത്ത് കൊടുത്തതാണ്. ഇതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്റെ പ്രിയമുള്ളവരെ. ആ മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ആ മഹത്തായ ആ അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഈ പാവപ്പെട്ട ബിലാലിന് ഇവിടെ എന്ത് സ്ഥാനം? ഞാനിനി എന്തിനാണ് എന്റെ ഹബീബ് അവിടുത്തെ ഇവിടെ ജസദ്, അല്ലെങ്കിൽ അവിടുന്ന് ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കാത്ത ഈ മദീനയിൽ എനിക്കെന്ത് സ്ഥാനമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദാ മദീന വിട്ടു പോവുകയാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹുബ്ബിന്റെ ആ ആഴം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ഈ മദീന വിട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് ഈ മരണം വരെയും ആ മദീനയിൽ കഴിച്ചുകൂട്ടിയ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്തിന്റെ മുമ്പിൽ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വാർത്തയറിഞ്ഞപ്പോ പടച്ചവനെ, അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ കാണാൻ കഴിയാത്ത കണ്ണ് എനിക്കെന്തിനാ? അവിടുത്തെ കാണാൻ കഴിയാത്ത കണ്ണെനിക്കെന്തിനാ? അത് റബ്ബേ നീ അങ്ങ് തിരിച്ചെടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അല്ലാഹു ദുആ സ്വീകരിച്ച് കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചെടുത്ത മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് ഇബ്നു അബ്ദു റബ്ബ് റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ സ്നേഹത്തിന്റെ ഒക്കെ മുമ്പിൽ പാവപ്പെട്ട നമുക്ക് തല കുനിച്ച് നിൽക്കാം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമുക്കൊക്കെ ഹിദായത്ത് തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച മഹാന്മാർ, അവർ ജീവിച്ച, അവർ വരച്ച് കാട്ടിയ കുറെ രീതികളുണ്ട് സഹോദരങ്ങളെ. ആ മഹാന്മാരായ സ്വഹാബത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയം തീർത്തത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ഹബീബിനോടുള്ള ഹുബ്ബ് നമ്മുടെ ഖൽബിലില്ലെങ്കിൽ നമുക്ക് എങ്ങനെ മുഅ്മിനാണെന്ന് പറയാൻ കഴിയും? നമുക്കെങ്ങനെ വിശ്വാസിയാണെന്ന് പറയാൻ കഴിയും? നമുക്കെങ്ങനെ ഇസ്ലാമിന്റെ പേരും വെച്ച് നടക്കാൻ കഴിയും? അല്ലാഹു താക്കീത് നൽകിയിട്ടില്ലേ? നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഭവനങ്ങൾ, അതുപോലെ നമ്മുടെ ബിസിനസ്, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം നമുക്ക് വലിയ പ്രിയമുള്ളതായി കഴിഞ്ഞാൽ പിന്നെന്ത് കാര്യം? അത് അല്ലാഹുവും റസൂലും നമ്മിൽ നിന്നും അകന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അതല്ലേ നമ്മുടെ സമ്പത്ത്, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ സമ്പാദിച്ച നമ്മുടെ സമ്പത്തുകള്, അതൊരു പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയങ്കരമാകുന്ന സാഹചര്യങ്ങൾ നാം കാണുന്നില്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനെയും റസൂലിനെയും അവിടുന്ന് പഠിപ്പിച്ച മാർഗങ്ങളെയും ഒരു പക്ഷേ മാറ്റിവെച്ചുകൊണ്ടുള്ള ജീവിത രീതികൾ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലില്ലേ? ഇത് പറയുമ്പോ വളരെ ഗൗരവത്തോടൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ആളുകളുടെ മനോഭാവങ്ങൾ മാറി. ഇന്ന് വിവാഹങ്ങളും അതുപോലെ ചടങ്ങുകളും വിവാഹത്തിന് മുമ്പെയുള്ള ആ ആളുകളുടെ ഇടപെടലുകൾ, അല്ലാഹുവും റസൂലും വെറുത്ത പ്രവർത്തനങ്ങൾ ധാരാളം നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്പറുകൾ കൈമാറുകയാണ്. നമ്പർ കൈമാറുക, അവരിങ്ങനെ സംസാരിക്കുക, അവര് പരസ്പരം പിന്നെ സംസാരിക്കുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അവരാദ്യമേ തന്നെ നിക്കാഹിന് മുമ്പ് തന്നെ അവർ ഭാര്യയും ഭർത്താവും ആയി കഴിഞ്ഞു. ആ നിലക്കുള്ള കാര്യങ്ങളാണ് ഒരു പക്ഷേ കണ്ടുവരുന്നത്. അതൊക്കെ ഒരു മോഡലായി മാറിക്കഴിഞ്ഞു. നമ്മളെ ഇടയിൽ അത് ഇല്ലാതിരിക്കട്ടെ, അതെല്ലാം തനിച്ച ഹറാമാണ്. അതുപോലെ തന്നെ വിവാഹ ചടങ്ങിലേക്ക് ചെന്നാലോ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവും റസൂലും പറഞ്ഞ വിവാഹ ചടങ്ങുകളാണോ?
ഇന്ന് ഓഡിറ്റോറിയങ്ങൾ അലങ്കരിക്കപ്പെടുകയാണ്. വീഡിയോകളില്ലാത്ത, ക്യാമറകളില്ലാത്ത ഒരു വിവാഹം ഇന്ന് അന്യമായിരിക്കുകയാണ്. മഞ്ഞക്കല്യാണവും മൈലാഞ്ചി കല്യാണവും ഇങ്ങനെ തുടങ്ങി കുറെ ചടങ്ങുകൾ വെച്ച് ഒരു കല്യാണ വീട്ടിലേക്ക്, ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നാൽ സുബ്ഹാനല്ലാഹ്, അവിടെ ഭയങ്കര വെട്ടവും വെളിച്ചവും ശബ്ദവും, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഡാൻസ് നടക്കുകയാണ്. പുതിയാപ്പിളയും പുതിയ പെണ്ണും കൂടി ഒന്നിച്ച്, അതല്ലെങ്കിൽ അവരെ മുമ്പിൽ കിടന്ന ആണും പെണ്ണും ഡാൻസ് ആടുന്ന, ഇസ്ലാം വെറുത്ത, അള്ളയും റസൂലും പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ചാടിക്കയറ്റം സമുദായത്തിൽ ഇതിങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കി തീർക്കുന്നെങ്കിൽ അള്ളയും റസൂലും ഇല്ല അവരെ കൂടെ. ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ വിഷമമുണ്ടാവും. അള്ളാഹു കാക്കട്ടെ. കല്യാണ വീട്ടില് പള്ളിയിൽ നിന്ന് ഉസ്താദ്മാരെ കൊണ്ടുപോകാൻ ഞാൻ മുമ്പ് നിന്ന ഒരു മഹല്ലിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉസ്താദ്മാരെ കല്യാണത്തിന് ഞാൻ നിക്കാഹിന് വേണ്ടി കൊണ്ടുപോകുന്നത് നിക്കാഹിന് പ്രസിഡന്റ് ഏറെക്കുറെ കമ്മിറ്റിക്കാർ കൂടെ ഉണ്ടാവും. അങ്ങനെ കൊണ്ടുചെന്ന് സുബ്ഹാനല്ലാഹ് അവിടെ ചെന്ന് നിക്കാഹിന് മുന്നേ അവിടെ വീഡിയോയും അതൊക്കെയാ. നമ്മൾ പറയാറുണ്ട്, നിക്കാഹിന്റെ സമയത്ത് നിങ്ങൾ എടുക്കല്ലേ, പറയും അറിയുന്നൊക്കെ എടുക്കും. ഏതായാലും നിക്കാഹ് കഴിഞ്ഞ് ഉസ്താദേ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് പതുക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് ഉസ്താദന്മാരും കമ്മിറ്റിക്കാരും 2 മഹല്ലിലെ ഉസ്താദന്മാരും ആലിമീങ്ങളും അതുപോലെ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഒരാളിഞ്ഞോട്ട് വന്നിട്ട് ബാ പെണ്ണുങ്ങളെല്ലാം വിളിക്കാം, വിളിച്ചിട്ട് വന്ന് ഉസ്താദന്മാരുടെ മുമ്പിൽ കൊണ്ടങ്ങ് വെക്കാണ്. ഉസ്താദന്മാരൊക്കെ ഇരിക്കുകയാണ്, അവരെ മുമ്പിൽ കൊണ്ടുവന്നങ്ങ് ഇരുത്തി. എന്റെ ഒരു അനുഭവം പറയാട്ട, അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമുക്കുള്ളു സഹിക്കാൻ പറ്റുമോ? ഞാൻ അതായത് ഉസ്താദന്മാർ ഇത് പറയുമ്പോ ഇതെന്താ ഇപ്പൊ അത്ഭുതം ഉള്ളത് എന്ന്. ഞാൻ 15 കൊല്ലം മുമ്പ് ഞാൻ ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഇന്നത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല. അത് നടന്നു വരുന്ന പരിപാടിയാ. മഹ്ലൂത്തിയായിട്ട് എല്ലാരും കൂടി തിന്നുന്ന ഒരു സുഖം ഉണ്ടല്ലോ. പെണ്ണുങ്ങള് വേറെ ആണുങ്ങൾ വേറെ എന്ന രീതിയൊന്നും ഇല്ല. ഇപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞ ഉസ്താദിനെ അങ്ങ് മാറ്റിയേക്കാൻ പറയും, ഉസ്താദിനെ അങ്ങ് മാറ്റിയേക്കാൻ. ഇതൊക്കെ ഇന്ന് നടന്നു വരികയാണ്. ഇന്ന് ഓഡിറ്റോറിയം എടുക്കുന്നില്ല. അത്രയും ഇസ്ലാം അങ്ങ് ഒഴുകല്ലേ. ഇസ്ലാമികപരമായിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് കല്യാണം നടത്താറുണ്ടോ? അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. നമ്മുടെ നാട്, ഈ നാട്ടിൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പല സ്ഥലത്തും അങ്ങനെയാണ്. നോക്കണം, ആണും പെണ്ണും കൂടിയിരുന്നിട്ട് ആഹാരം കഴിക്കും, മുഖത്തോട്ട് നോക്കി ഹറാമായ രീതിയിൽ ഇരുന്ന് ആഹാരം കഴിക്കാം. അങ്ങനെ ഞാൻ എന്റെ അനുഭവം പറയട്ടെ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വന്നിങ്ങനെ കൊണ്ടുവന്നങ്ങ് ഇരുത്തിയപ്പോ ഞാൻ പോയി. അപ്പൊ അവൾക്കൊക്കെ വിഷമായി. ഉസ്താദ് ആഹാരം കഴിക്കാതെ പോയ അവിടെ പ്രശ്നമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്മിറ്റി ആളുകൾ ചോദിച്ചെന്താ? ഞാൻ പറഞ്ഞു ഇങ്ങനെ പെണ്ണുങ്ങളെ മുമ്പ് എങ്ങനെ ഇരിക്കും, ഹറാമല്ലേ എന്ന് പറഞ്ഞ് അതിനുശേഷം അവിടെ ചർച്ചയായി. അതിനുശേഷം പിന്നീട് നമ്മൾ നിക്കാഹിന് പോയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ എന്നായി. ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇന്ന് ഏറെക്കുറെയൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഇത് ഹറാമാണ്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ദീനിലേക്ക് പൂർണ്ണമായി കടന്നു വരാൻ ശ്രമിക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ളതല്ല ഈ ദീൻ. ദീനിന്റെ വിധിവിലക്കുകളെ പഠിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഈ ദീനുൽ ഇസ്ലാമിന്റെ നിയമ സംഹിതകൾ അത് നമ്മൾ അറിയാതെ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഒരു നിക്കാഹിന്റെ അല്ലെങ്കിൽ ഒരു വിവാഹ ചടങ്ങിന്റെ കാര്യം ഉദാഹരണം പറഞ്ഞതുള്ളൂ. ടൂറിന്റെ പേരില് അതുപോലെ എന്തെല്ലാം ഹറാമുകൾ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. നമ്മൾ നമ്മുടെ മക്കളും നമ്മുടെ കച്ചവടവും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ സമ്പത്തും ഇതെല്ലാം
നമുക്ക് ഏറ്റവും പ്രിയമായി കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിന്റെ തുടക്കമാണ്. പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ മക്കൾ, മാതാപിതാക്കൾ, ഭാര്യ, കുടുംബങ്ങൾ എല്ലാവരും, അതുപോലെ തന്നെ വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദാ വമസാകിനു തർലൗനഹാ. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തുകൾ, അതുപോലെ നിങ്ങൾ നഷ്ടം സംഭവിക്കുമെന്ന് ഭയന്നിട്ട് വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾ, അതുപോലെ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന നിങ്ങളെ ഭവനങ്ങൾ, അതെല്ലാം അല്ലാഹുവിനെക്കാളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി. അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും അതുപോലെ അല്ലാഹുവിന്റെ ദീനിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെടുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക. ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി. അത് നിങ്ങളുടെ നാശത്തിന്റെ തുടക്കമാണ്. അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ തീരുമാനം അത് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഫാസിഖീങ്ങളുടെ പ്രവർത്തനങ്ങളാണ്, ഫാസിഖീങ്ങളുടെ ചിന്താഗതികളാണ്, അത് ഫാസിഖീങ്ങളുടെ നിലപാടുകളാണ്. ആ നിലപാടുകളിലേക്ക് നിങ്ങൾ ചേക്കേറരുത്. നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മാറുക എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിനെല്ലാം ഒരു പരിധിവരെ കാരണക്കാരാരാ? ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഉടനെ അവനിങ്ങനെ റഡാർ വെച്ച് വീക്ഷിക്കുകയാണ്. അവരുടെ പണി എന്താ? എനിക്ക് കിട്ടിയ സിഹറാണ്, എനിക്ക് സിഹറായി, അങ്ങ് ഉറപ്പിക്കാൻ എനിക്ക് സിഹറാണ്. അതിനുശേഷം ആ സിഹർ സ്ഥിരീകരിക്കാൻ വേണ്ടി നേരെ വാപ്പയിലേക്ക് തിരിക്കും, ഉമ്മയിലേക്ക് തിരിയും, ഭർത്താവിലേക്ക് തിരിയും, സഹോദരങ്ങളിലേക്ക് തിരിയും. അതായത് അവരാണോ, ഭർത്താവിന്റെ സഹോദരിയാണോ, അവരിലേക്ക് നോക്കും. അവരല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആളെ ആരും അല്ലെങ്കിൽ അയൽക്കാരായിരിക്കും എന്നങ്ങ് ഉറപ്പിക്കും. അതുമല്ലെങ്കിലോ ആരെയും കിട്ടിയില്ല എങ്കിൽ തനിക്ക് സിഹറാണ് എന്നൊരു തീരുമാനമാക്കി വെച്ചിട്ട് പിന്നെ ചിന്തിക്കാണ്, പിന്നെ ആലോചിക്കുകയാണ്, ആരായിരിക്കും എനിക്ക് ഇത് ചെയ്തത്? ഈ ചെയ്ത ആള്, ഈ ബുദ്ധിമുട്ടിന്റെ കാരണക്കാരായ ആളുകളെ അന്വേഷിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ അന്വേഷിച്ച് ആരെയും കിട്ടിയില്ലെങ്കിൽ പിന്നെ അതാ അള്ളാഹുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, റബ്ബേ, ഞാനൊരു ഉപദ്രവവും ആർക്കും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ശരിയല്ലേ? നമ്മൾ പറയാറില്ലേ, നമ്മൾ ആർക്കെങ്കിലും ഉപദ്രവം ചെയ്തെങ്കിലേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്നുണ്ടോ? നമ്മൾ ആർക്കെങ്കിലും ഉപദ്രവോ ബുദ്ധിമുട്ട് ചെയ്താലേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്നുണ്ടോ? അങ്ങനില്ല. അപ്പൊ കാരണക്കാരൻ ആരാണ്? അള്ളാഹുവിനെ അവസാനം പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. എന്നിട്ട് പറയാ, റബ്ബേ, ഞാൻ ആരും ബുദ്ധിമുട്ടും ചെയ്തില്ല, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് നീ പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് റബ്ബിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുക. യഥാർത്ഥത്തിൽ ഈ ബുദ്ധിമുട്ടിന്റെ കാരണക്കാരൻ ആരാ? അവൻ തന്നെയാണ്, അവൾ തന്നെയാണ്. അവരുടെ പ്രവർത്തികൾ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത, റസൂലുള്ളാഹ് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു പരീക്ഷിക്കുകയാണ്. അപ്പൊ കാരണക്കാര് അവരവർ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്കും റസൂലിലേക്കും തിരിയാനുള്ള നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് നമ്മുടെ ഖൽബിൽ നിറയേണ്ടതുണ്ട്. മഹാന്മാരായ സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ സ്നേഹിച്ചു, എങ്ങനെ അവിടുന്ന് സ്നേഹിച്ച് കാണിച്ചു, അവിടുത്തെ ജീവിതങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഹുബ്ബിന്റെ ആഴം അവർ എത്രത്തോളം അവർക്കുണ്ടായിരുന്നു എന്ന് അവരുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. മഹാനായ
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹിജ്റ പോകാൻ ആഗ്രഹിച്ച ആളാണ്. ഹിജ്റ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ട ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിൽ വരും. എന്നിട്ട് പറയും, നബിയെ, മക്കയിലായിരിക്കുമ്പോ നബിയെ ഹിജ്റ പോകണം എന്നിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തഅജൽ ലഅല്ലല്ലാഹ യജ്അലു ലക സാഹിബാ. ഓ സിദ്ദീഖേ, ഓ അബൂബക്കറെ, നീ ധൃതി കാണിക്കണ്ട, നിനക്ക് നല്ലൊരു കൂട്ടുകാരനെ ഹിജ്റയ്ക്ക് അല്ലാഹു തരും എന്ന് പറഞ്ഞു. ഫലമ്മാ അദിനല്ലാഹു അസ്സ വജല്ല ലിനബിയിഹി ബിൽ ഹിജ്റ ഖദിമ അലാ അബീബക്കർ യുഖ്ബിറുഹു ബിൽ അംർ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൽപ്പന കൊടുക്കുകയാണ്, മദീനയിലേക്ക് ഹിജ്റ പോകണം. ആ സമയത്തെ കൽപ്പനയുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ട് നബി തങ്ങൾ കാര്യം പറയുമ്പോ അള്ളാന്റെ ഹബീബിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്സുഹബത യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയോടൊപ്പം ഇപ്പോൾ ഹിജ്റ വരാനാണോ? ഈ ഹിജ്റയിൽ അങ്ങയോടൊപ്പമാണോ എനിക്ക് വരാൻ അവസരമുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, അതെ, പുറപ്പെടുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫവല്ലാഹി മാ ശഅർതു ഖത്തു ഖബ്ല ദാലികൽ യൗം അന്ന അഹദൻ യബ്കി മിനൽ ഫറഹി ഹത്താ റഅയ്തു അബൂബക്കർ യബ്കി യൗമഇദിൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ആവശ്യം കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കരയുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരാൾ സന്തോഷം കൊണ്ട് കരയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം ഹിജ്റ പോകാൻ പോവുകയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. രാത്രിയിലതാ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം വഴിയിലൂടെ പോകുന്ന സമയത്ത് ബൈഹഖി ഇമാം ദലായിലിൽ അവിടുന്ന് വിശദീകരിക്കുന്നു, അന്ന അബൂബക്കറിൻ ലൈലത്തൻ തലഖാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ ഗാർ സൗറിലേക്ക് പോവുകയാണ്. ആ രാത്രിയിൽ പോകുന്ന സമയത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാന യംശി ബൈന യദൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ ഒരൽപ്പം അങ്ങോട്ട് മുന്നിലൂടെ നടക്കുകയാണ്. വമിൻ ഖൽഫിഹി പുറകിലേക്ക് വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. കുറച്ചു സമയം അള്ളാഹുവിന്റെ ഹബീബിന്റെ പുറകിലായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലും പുറകിലുമായി ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ അള്ളാന്റെ ഹബീബ് കാര്യം ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ്, നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് അദ്കുറു ത്വലബ ഫംശി ഖൽഫക. തങ്ങൾ നമ്മളെ തിരക്കി വരുന്ന ശത്രുക്കൾ പുറകിലൂടെ ഉണ്ടോ എന്ന് നിരീക്ഷിച്ചതാണ്, ഞാൻ ഓർത്തുപോയതാണ്. ആ പുറകിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പിന്നിലൂടെ വന്നിട്ട് ആക്രമിക്കാൻ ശത്രുക്കൾ ശ്രമിച്ചാൽ ഈ അബൂബക്കർ പുറകിലുണ്ട് നബിയേ. തങ്ങളെ വധിക്കാൻ വേണ്ടി വഴിയിൽ കാത്തു നിൽക്കുന്ന, നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കൾ ഉണ്ടെങ്കിൽ നബിയെ, അങ്ങയെ കൊല്ലാൻ വേണ്ടി കടന്നു വരുന്ന ആ ശത്രുവിനെ നേരിടാൻ ഈ അബൂബക്കർ മുന്നിലുണ്ട് നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ലൗകാന ശൈഉൻ അഹ്ബബ്ത അൻ തുഖ്തല ദൂരി. ഓ അബൂബക്കറെ, എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും നീ ഉദ്ദേശിച്ചതുപോലെ ഉണ്ടായാൽ, എന്നെ കൂടാതെ നിന്നെ അവര് ആക്രമിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ നബിയേ? അവിടുന്ന് പറഞ്ഞു, അതെ നബിയെ, എന്റെ ജീവനല്ല വിഷയം, ഞാൻ മരണപ്പെട്ടാലും പ്രശ്നമില്ല, അങ്ങ് സംരക്ഷിക്കപ്പെടണമെന്ന് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് സംരക്ഷിക്കുകയാണ്. ഹുബ്ബുർ റസൂൽ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർ സൗറിലേക്ക് ചെന്ന സംഭവം നമുക്കറിയാം. വഴി എന്റെ ഗുഹാമുഖത്തെത്തിയപ്പോൾ മക്കാനക്ക യാ റസൂലല്ലാഹ്, നബിയെ അവിടെ നിൽക്കണേ നബിയെ. അകത്ത് കയറി എല്ലാം വൃത്തിയാക്കിയിട്ട് സ്വാഗതം അരുളുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ആ ഹുബ്ബ് ഏത് രീതിയിലായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് സ്നേഹിച്ചു, സംരക്ഷണം ഒരുക്കി. മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉഹദ് രണാങ്കളത്തില് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചത് നിങ്ങൾ കണ്ടോ? മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അതാ 80 ചില്ലാനം അമ്പുകളാണ് അവിടുത്തെ നെഞ്ചത്തും കഴുത്തിലും മുഖത്തുമായി ഏറ്റത്. 80 ചില്ലാനം അമ്പുകളാണ് ഉഹദിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ അവിടുത്തെ പുറകിലാക്കിയിട്ട്, നബിയേ എന്റെ പുറകിലങ്ങ് നിക്കണേ നബിയേ, ഈ പാവപ്പെട്ട ഈ അബൂ ത്വൽഹയുടെ നെഞ്ച് അങ്ങക്ക് പ്രൊട്ടക്ഷനാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് 80 ചില്ലാനം അമ്പുകളേറ്റ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഹിബ് അതാ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഷഹീദായി. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ സ്നേഹിച്ചത് തന്റെ ജീവനേക്കാൾ അല്ലാഹുവിന്റെ ഹബീബിന് കവചം തീർക്കുകയായിരുന്നു. ഉഹദ് പർവ്വതം അല്ലാഹുവിന്റെ ഹബീബിന് കവചം തീർത്തു. ചരിത്രം വളരെ വിശാലമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച, അവിടുത്തെ ശരീരത്തോടൊന്ന് ചേർന്ന് നിൽക്കാൻ കൊതിച്ച എത്ര സ്വഹാബികൾ ഉണ്ടെന്നറിയുമോ? മഹാനായ വലീദ് ഇബ്നു മുഗീറ, അവിടുന്ന് വഫാത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ മയ്യത്ത്, അവിടുത്തെ പരിശുദ്ധമായ ശരീരം ഖബറിലേക്ക് ഇറക്കി വെച്ചത് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇറക്കി വെച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾക്ക് ഒരു ആഗ്രഹം, ഇതാ അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്തതാ ഭൗതിക ലോകത്ത് നിന്ന് മറയാൻ പോവുകയാണ്, അവിടുത്തെ ഖബറിലേക്ക് വെച്ചുപോയി, ഇനി അവസരമില്ല, ഇനി എന്താണ് ഒരു ചാൻസ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തൊന്ന് സ്പർശിക്കണം, ഒന്ന് തടവണം. അത് വല്ലാത്ത അഭിലാഷമായി കൊണ്ടുവന്ന വലീദ് ഇബ്നു മുഗീറ മഹാനവറുകൾ അതാ തന്റെ കയ്യിലിരുന്ന മോതിരം അതാ ഖബറിലേക്ക് ഇടുകയാണ്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു കയറി. ആ ഖബറിൽ നിന്ന് കയറിയതിന് ശേഷം ഇനി അവസാനത്തെ ചാൻസ് ആർക്കാണ്? ഇനി ആ ഖബറിലേക്ക് ഇറക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്പർശിക്കാൻ അതിയായ ആഗ്രഹം വെച്ച വലീദ് ഇബ്നു മുഗീറ അവിടുന്നതാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ ഇറങ്ങാൻ, ഇനി ഇറങ്ങിയാൽ ആളുകൾ വഴക്ക് പറയുമല്ലോ, ചാൻസ് ഇല്ലല്ലോ. അവിടുത്തെ മൂടുകല്ല് വെച്ചുകൊണ്ട് മൂടപ്പെട്ടാൽ, ഖബറിലേക്ക് മണ്ണുമായി ഇടപെട്ടാൽ ഇനി ഒരു അവസരമില്ല എന്ന് മനസ്സിലാക്കിയ മഹാനവറുകൾ തന്റെ കയ്യിലുള്ള മോതിരം ആ ഖബറിലേക്ക് അങ്ങിടുകയാണ്. എന്നിട്ട് പറയുന്നു, അലിയേ എന്റെ മോതിരം ഖബറിൽ വീണിട്ടുണ്ട്, അത് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആ മോതിരം വേണം. അത് നല്ല പവറുള്ള മോതിരമാണ്, ബറക്കത്തുള്ള മോതിരമാണ്, അതെനിക്ക് വേണമെന്ന് പറയുമ്പോ ഇൻസിൽ ഇറങ്ങിക്കോ. അലി റളിയല്ലാഹു അൻഹു സമ്മതം കൊടുക്കുമ്പോ ആ ഖബറിലേക്ക് വലീദ് ഇബ്നു മുഗീറ ഇറങ്ങിയിട്ട് ആ മോതിരം എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുശരീരത്തങ്ങ് സ്പർശിച്ചു. ഇതാണ് ഹുബ്ബ്. ആ അവസാനത്തെ കാഴ്ചയിൽ പോലും അവിടുത്തെ വേർപാടിൽ മനം നൊന്ത ആ മഹാന്മാർ അവരുടെ എല്ലാ സമയങ്ങളും കിട്ടിയ അവസരങ്ങൾ അവർ മുതലാക്കിയതിന്റെ ചിത്രമാണ് എന്റെ പ്രിയമുള്ളവരെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മഹാനായ ഉക്കാശ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയമുള്ളവരെ, സയ്യിദുനാ ഉക്കാശ റളിയല്ലാഹു അൻഹു അവിടുന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഫാത്താവുന്നതിന്റെ മുമ്പ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വഹാബാക്കൾക്ക് അവിടുത്തെ വിളിച്ചിട്ട് വസിയത്ത് ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, സഹാബത്ത്, ഞാൻ ഈ ലോകത്തിന് കൂടുതൽ കാലം ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് എന്റെ ഭാഗത്ത് നിന്ന് എന്നിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരൽപ്പം ക്ഷമിക്കുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടുന്ന് അതാ പൊരുത്തപ്പെടാൻ ആവശ്യപ്പെടുകയാണ്. സ്വഹാബത്ത് പറയുന്നു, നബിയേ, അങ്ങയോട് ഞങ്ങൾ പൊരുത്തപ്പെടണമോ? എന്താണ് നബി, ആ നിലക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ. അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാടുണ്ടെങ്കിൽ അത് തീർക്കാൻ അവിടുന്ന് വസിയ്യത്ത് ചെയ്തിട്ട് അവിടുന്ന് ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ പ്രതികാരമുണ്ടെങ്കിൽ തീർക്കാം. ആ സമയത്ത് സദസ്സിൽ നിന്നൊരു സഹാബി എഴുന്നേൽക്കുന്നു. സയ്യിദുനാ ഉഖാശ റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഉഖാശ റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബിയേ, എനിക്കൊരു ഹക്കുണ്ട് നബിയേ. കാര്യങ്ങൾ നോക്കുമ്പോ എല്ലാവരും സ്വഹാബത്ത് നോക്കുമ്പോ സയ്യിദുനാ ഉഖാശ റളിയല്ലാഹു അൻഹു ആണ്. എന്താണ് ഉഖാശ നിന്റെ പ്രതികാരം? അത് മറ്റൊന്നുമല്ല നബിയേ, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് സഫുകൾ അവിടുന്ന് ഇങ്ങനെ നേരെയാക്കുമ്പോ അങ്ങയുടെ ചാട്ടവാർ അല്ലെങ്കിൽ അവിടുത്തെ വടി അതൊന്ന് എന്റെ വള്ളയിലേക്ക് കൊണ്ടിട്ടുണ്ട് നബിയെ, എന്റെ ശരീരത്ത് കൊണ്ടിട്ടുണ്ട്. അത് എനിക്ക് തിരിച്ചൊന്ന് ചെയ്യണം നബിയേ. സ്വഹാബാക്കൾ ഞെട്ടിപ്പോയി, പ്രയാസപ്പെട്ടു പോയി. ഉഖാശയെ ആക്രമിക്കാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും തടയുകയാണ്. എന്നിട്ട് ഉഖാശയെ അടുത്തേക്ക് വിളിച്ചിട്ട് കാര്യം പറയുന്നു. അപ്പോൾ ഉഖാശ പറയുന്നു, നബിയേ, എന്നെ അവിടുന്ന് എന്റെ ശരീരത്ത് അവിടുത്തെ വടി സ്പർശിക്കുമ്പോ ആ വടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് എടുപ്പിക്കാൻ, ആ വടി എടുപ്പിക്കാൻ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മഹാൻ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയാണ്. വടിയുമായി വരികയാണ്. വടിയെടുത്തിട്ട് ഉഖാശ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കൊടുത്തിട്ട് അതൊന്ന് തിരിച്ച് പ്രതികാരം ചെയ്യാൻ പറയുന്നു. ആ സമയത്ത് ഉഖാശ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എന്റെ ശരീരത്തിൽ ആ സമയത്ത് വസ്ത്രമില്ലായിരുന്നു നബിയേ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ഉയർത്തി കാണിച്ചു കൊടുക്കുമ്പോ ഉഖാശ റളിയല്ലാഹു അൻഹു വടിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. സ്വഹാബത്ത് അക്ഷമനായി നിൽക്കുകയാണ്. സ്വഹാബത്ത് കരയുകയാണ്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ പോവുകയാണ് ഉഖാശ. ഉഖാശയുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാൻ പോകുന്ന ഉഖാശ, പ്രതികാരമെടുക്കാൻ പോകുന്ന ഉഖാശ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വടിയുമായി ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ട് അടുത്തെത്തിയ സമയത്ത് ആ വടിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഉഖാശ അവിടുത്തെ ശരീരത്തെ ചുംബിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആ ഉഖാശ റളിയല്ലാഹു അൻഹു വല്ലാതെ മാപ്പ് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ ശരീരത്തൊന്ന് സ്പർശിക്കാൻ ഒരവസരം വാർത്തിരുന്നത്, കിട്ടിയ അവസരം മുതലാക്കുകയായിരുന്നു സയ്യിദുനാ ഉഖാശ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനുണ്ട്. നമ്മുടെ സ്നേഹമാണോ? നമ്മുടെ സ്നേഹം പ്രകടമാണോ? അത് ശരിയാണോ? ക്ലിയർ ആണോ? നല്ലൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നമ്മുടെ നാവ്, നമ്മുടെ കാത്, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ഗുഹ്യസ്ഥാനങ്ങൾ അതെല്ലാം പരുവപ്പെടുന്നുണ്ടോ?
തുടർച്ചയായി വരുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ടോ? നമ്മുടെ കച്ചവടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ടോ? നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ പരിപാലനങ്ങളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ടോ? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയേ, തങ്ങൾ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ മേലെയാണ്. ആ ഹബീബിന്റെ അനുയായികളിൽ ഈ സ്വഭാവം കാണുന്നുണ്ടോ? പരുക്കൻ സ്വഭാവമാണോ? മുതിർന്നവർ ഇളയവരെ അവരോട് മര്യാദ രീതിയിൽ പെരുമാറാറില്ലേ? മുതിർന്നവരെ ബഹുമാനിക്കാത്ത ചെറിയ പ്രായക്കാരാണോ? വാപ്പയെയും ഉമ്മയെയും പരിഗണിക്കാത്ത മക്കളാണോ? മക്കളുടെ കടമകൾ അനുസരിച്ച് മാതാപിതാക്കൾ പെരുമാറാറില്ലേ? ഭാര്യയോടുള്ള കടമകൾ മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാരാണോ? ഭർത്താക്കന്മാർ ഭാര്യയുടെ മുഖത്ത് അടിക്കാറുണ്ടോ? അവർക്ക് ചെലവിന് കൊടുക്കാറില്ലേ? അവരോട് മാന്യമായി പെരുമാറാറില്ലേ? എന്തോ ആ ഹബീബ് നമ്മുടെ ജീവിതത്തിലില്ലേ? അയൽക്കാരോട് മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽപക്ക ബന്ധങ്ങളുടെ വിള്ളലുകൾ കൊണ്ട് അകൽച്ചകൾ സംഭവിച്ച് വേലിക്കെട്ടുകൾ തീർത്തിട്ട് അവസാനം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ചില ആളുകൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലേ? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം ഈ റബീഉൽ അവ്വൽ, ഈ സദസ്സ്, മഹാബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് ഹുബ്ബുർ റസൂലിന്റെ സദസ്സാണ്. സ്വലാത്തുകൾ അത് ഹുബ്ബുർ റസൂലാണ്. ആ ഹുബ്ബിന്റെ പേരിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇൻഷാ അല്ലാഹ് ഇജാബത്തുള്ള മജ്ലിസാണ്. ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്.